പക്ഷേ ഇവിടുത്തെ ഇന്ത്യൻസ് ആയിരുന്നാലും ശരി, ഇവിടുത്തെ ബാക്കിയുള്ള ആളുകളാണെങ്കിലും ശരി, വണ്ടി ഓടിക്കുന്ന ഭയങ്കര റാഷ് ഡ്രൈവിങ്, പിന്നെ പ്രോപ്പറായിട്ട് ഡ്രൈവിംഗ് റൂൾസ് ഫോളോ ചെയ്തിട്ടൊന്നും അല്ല വണ്ടി ഓടിക്കാൻ എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഈ വണ്ടിയിൽ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഈ വണ്ടിയിലുള്ള 5 പേരും ഇപ്പോൾ 2 ദിവസമായിട്ട് ബർമിംഗ്ഹാം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2.5 വർഷമായിട്ട് ഞങ്ങൾ ഷെഫീൽഡിൽ താമസിക്കുന്നവരാണ്. അപ്പം ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ, ബർമിംഗ്ഹാമിൽ വന്നപ്പം നമുക്ക് സ്ട്രൈക്ക് ചെയ്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഒരിക്കലും ഇത് ഒരു കമ്പാരിസണോ ഒന്നുമല്ല, നമുക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഹരിക്ക് അങ്ങനെ എന്താണ് ഇവിടെ ഫീൽ ചെയ്തതാണ്? എനിക്ക് ഫീൽ ചെയ്ത മെയിൻ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഭക്ഷണം. ഇപ്പോൾ എല്ലാവർക്കും നമുക്ക് ഇപ്പോൾ ഷെഫീൽഡിൽ നിന്ന് നിൽക്കുമ്പോൾ എല്ലാവർക്കും ജോലിയില്ലാത്ത സമയമുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു സ്റ്റോറി ഉണ്ട്. അതായത് അവൻ മഗ്ഡി കൊണ്ട് മാത്രം ജീവിച്ച കാലങ്ങളുണ്ട്. ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ 90 പെൻസിന് 99 പെൻസിന് എന്തോ സാധനം ഉണ്ടല്ലോ, അത് മാത്രം കഴിച്ച് ദിവസങ്ങളോളം സർവൈവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാൾക്ക് ബർമിംഗ്ഹാമിൽ വന്നു കഴിഞ്ഞാൽ ഭക്ഷണത്തിന് മുട്ടുവരത്തില്ല. കാരണം ഭക്ഷണം കഴിക്കാനായിട്ട് ഇഷ്ടംപോലെ മാർഗ്ഗങ്ങളുണ്ട്. ഈ ഗുരുദ്വാര ആയിരുന്നാലും പിന്നെ ഈ ബാലാജി ടെമ്പിൾ, അതിനൊക്കെ ഒരുപാട് സ്ഥലത്ത് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. സോ അതെനിക്ക് ഭയങ്കരമായിട്ട് നല്ല ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്, പ്രത്യേകിച്ച് ഭക്ഷണത്തിൻ്റെ കാര്യമായിട്ട്. എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷെഫീൽഡിൽ നമുക്ക് ഒത്തിരി ഇപ്പോൾ ഇന്ത്യൻസിനെ നമുക്ക് ഒത്തിരി ഒന്നും കാണാൻ പറ്റില്ല. പക്ഷേ ബർമിംഗ്ഹാമിൽ വന്നു കഴിഞ്ഞപ്പോൾ കൂടുതൽ ഇപ്പോൾ സ്ട്രീറ്റുകളിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാലും ഒത്തിരി ഇന്ത്യക്കാർ, അതുപോലെ നോർത്ത് ഇന്ത്യൻസ് ഒത്തിരി കൂടുതലുണ്ട്. പിന്നെ കൂടുതലും പഞ്ചാബി, സിഖ് ഫോളോ ചെയ്യുന്ന ആൾക്കാർ, പഞ്ചാബി ഹൗസിൽ ചെന്ന പോലെ അങ്ങനത്തെ ഒരു ഫീല്. ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാർ കുറവായിട്ട് ഫീൽ ചെയ്ത് ഷെഫീൽഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഷെഫീൽഡ് ഇപ്പൊ ഇന്ത്യൻസ് ആണ് കൂടുതലെന്നാ പറഞ്ഞത്. പക്ഷേ നമ്മുടെ നാട്ടിലെ മലയാളീസ് എനിക്ക് തോന്നുന്നു ബർമിംഗ്ഹാമിൽ കുറച്ചുകൂടെ കുറവാണെന്ന്. കാരണം ഇപ്പൊ മലയാളി സ്റ്റോഴ്സ് ആയിട്ട് തന്നെ 2-3 ഷോപ്പ് ഷെഫീൽഡിലുണ്ട്. പക്ഷെ അത് ബർമിംഗ്ഹാമിൽ കമ്പാരിറ്റീവ്ലി കുറവാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങളുടെ ഫ്രണ്ട്സ് ഷെഫീൽഡിൽ വരുമ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മേടിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നത്. പെട്ടെന്ന് നോർത്ത് ഇന്ത്യൻ കാര്യങ്ങളാണ് ഇവിടെ കൂടുതലുള്ളത്. ഓക്കെ, അതന്നെ പറഞ്ഞല്ലോ, ഇന്ത്യൻ സ്റ്റോഴ്സ് കൂടുതലാണ്. ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ UK വന്നിട്ട് 2.5 വർഷമായി. ഇന്നത്തെ ദിവസമാണ് ഞാൻ ആദ്യമായിട്ട് റോഡിൽ ഒരു റെഡ് ഡബിൾ ലൈൻ കണ്ടേക്കണത്. വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല, ഇന്ന് ആദ്യമായിട്ടാണ്. അത് അതിനെന്തോ പേര് പറഞ്ഞു അവൻ. അതിനെന്താ പറഞ്ഞു, ഈ നമ്മൾ സാധാരണ റോഡിൽ പോകുമ്പോൾ ഡബിൾ യെല്ലോ ലൈൻ ഇല്ലേ, ഇത് ഇതുപോലെ നോ വെയിറ്റിംഗ്. അവിടെ വണ്ടി നിർത്താനോ ഒന്നും നിർത്താൻ പോലും പറ്റില്ല. അപ്പം അത് ഞാൻ ആദ്യമായിട്ട്, ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ UK 16 യൂണിവേഴ്സിറ്റിയുടെ ഏരിയകളിൽ പോയിട്ടുണ്ട്. ഇന്ന് ആദ്യമായിട്ടാണ് ബർമിംഗ്ഹാം. പിന്നെ ഹരി ഡ്രൈവിങ്ങിനെ പറ്റി പറഞ്ഞില്ല, അതെന്തായിരുന്നു? ഡ്രൈവിങ്ങിനെ പറ്റി എനിക്കിപ്പോൾ ഷെഫീൽഡും ഇവിടെയായിട്ട് കമ്പയർ ചെയ്തപ്പോൾ ഭയങ്കര വർഷമാണ്. ആളുകൾ എനിക്കറിയത്തില്ല എന്താണ് വ്യത്യാസം എന്നുള്ളത്. ഞാൻ ഇപ്പോൾ ഇന്ത്യൻസ് കൂടുതലുള്ളതുകൊണ്ടാണെന്ന് അങ്ങനെയൊന്നും അല്ല പറയുന്നത്. പക്ഷേ ഇവിടുത്തെ ഇന്ത്യൻസ് ആയിരുന്നാലും ശരി, ഇവിടുത്തെ ബാക്കിയുള്ള ആളുകളാണെങ്കിലും ശരി, വണ്ടി ഓടിക്കുന്ന ഭയങ്കര റാഷ് ഡ്രൈവിങ്, പിന്നെ പ്രോപ്പറായിട്ട് ഡ്രൈവിംഗ് റൂൾസ് ഫോളോ ചെയ്തിട്ടൊന്നും അല്ല വണ്ടി ഓടിക്കാൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് നമുക്ക് പേടിയാവും. ഫസ്റ്റ് ഇവിടെ വന്ന സമയത്ത് എനിക്ക് നന്നായിട്ട് പേടിയായി. കാരണം ഡ്രൈവ് ചെയ്യാനായിട്ട് സാധാരണ നമ്മൾ ഇപ്പോൾ നാട്ടിൽ ഓടിക്കുമ്പോഴും നമ്മൾ അത് മുൻകൂട്ടി കണ്ടാണ് ഓടിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മളത് മുൻകൂട്ടി കാണാതെ തന്നെ ഇവിടെ ആ രീതിയിൽ ഓടിക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. അതായത് ആളുകളിപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയാൻ പറ്റത്തില്ല. റൂൾസ് ഒന്നും ഫോളോ ചെയ്തിട്ടല്ല ചെയ്യുന്നത്. അപ്പോൾ അതെനിക്കൊരു നല്ല കാര്യമായിട്ട് നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ലല്ലോ. നമ്മളൊരു റൂൾസ് വെച്ചിരിക്കുന്നത് ഫോളോ ചെയ്യാനാണ്. അങ്ങനെ ഒരു ഫോളോ ചെയ്യുന്ന സിസ്റ്റം അവർക്കില്ല. എന്താണെന്ന് അറിയത്തില്ല. ചിലപ്പോൾ അവർ പിന്നെ അങ്ങനെ ആയിരിക്കും യൂസ്ഡ് ആയിട്ട് വന്നത്. അതുകൊണ്ടായിരിക്കും ആളൊക്കെ യാതൊരു പേടിയില്ല. ചിലപ്പോൾ നമ്മൾ റോഡിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ലൈറ്റൊന്നും കത്തുമ്പോഴായിരിക്കും പെഡസ്ട്രിയൻസ് ചാടുന്നത്. സോ അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ട് എനിക്ക് തോന്നുന്നു. അത് മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് അല്ലാതെ ഒന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ റെഡ് ഡബിൾ ലൈൻ എന്ന് പറഞ്ഞത് ഈ കാണുന്ന കേട്ടോ, ഈ റോഡിന്റെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, റെഡ് ഡബിൾ ലൈൻ. പിന്നെ ബർമിംഗ്ഹാം സിറ്റി എന്ന് പറയുമ്പോൾ ഷെഫീൽഡ് വെച്ച് കമ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ വലിയ സിറ്റിയാണ്. അതായത് ഒരു ടോപ്പ് 5 വരുന്ന സിറ്റിയാണ്. അല്ല അങ്ങനെയല്ല. പിന്നെ ബർമിംഗ്ഹാം എന്ന് പറയുന്നത് UK സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റിയാണ്. ഞാൻ ഇന്നലെ ബർമിംഗ്ഹാമിനെ പറ്റി പഠിച്ചപ്പോൾ പിന്നെ ബർമിംഗ്ഹാമില് ഗ്രീൻ സ്പേസ് എന്ന് പറയുന്നത് പാരീസ് എന്ന് പറഞ്ഞ രാജ്യത്തിനേക്കാൾ കൂടുതൽ ഗ്രീൻ സ്പേസ് നോക്കുകയാണെങ്കിൽ ബർമിംഗ്ഹാമിലാണ്. അങ്ങനെ ഒരു അതാ പറഞ്ഞത്, കമ്പാരിറ്റീവ്ലി വലിയൊരു സിറ്റിയാണ്. സോ അതിൻ്റെതായിട്ടുള്ള ഒരു ഇത്, അതായത് ആളുകൾ ഒരു ചെറിയ സിറ്റിയിലകത്ത ആളുകൾ വളരെ എന്താണ് ആ ഒരു ഒബേയിങ് മെന്റാലിറ്റി ജീവിക്കുന്നതൊക്കെ ആയിരിക്കത്തില്ല ഒരു വലിയ സിറ്റി ആകുമ്പോഴത്തേക്ക്. അവിടെ പലതരത്തിലുള്ള ആളുകളുണ്ട്. അപ്പോൾ അത്രയും ലാർജ് പോപ്പുലേഷൻ ആവും തോറും ആളുകൾ എന്താണ് ഈ ഡിസിപ്ലിൻ്റെ കാര്യത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ വരും. പല കൾച്ചറിൽ വരുന്ന ആളുകളല്ലേ, അവരെപ്പോഴും ഒരേ കണക്ക് ബിഹേവ് ചെയ്യണമെന്നില്ല. പിന്നെ ഈ ബർമിംഗ്ഹാമിൽ ഇത്രയധികം ഇന്ത്യക്കാര് അല്ലെങ്കിൽ ആളുകൾ സെറ്റിൽ ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, UK ഏറ്റവും വലുതാണോ ടോപ്പ് 5 ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഒരു ഏരിയ ആയിരുന്നു ബർമിംഗ്ഹാം. അപ്പോൾ പണ്ട് നമ്മുടെ നാട്ടിൽ നിന്നാണെങ്കിലും പാകിസ്ഥാനിൽ നിന്നാണെങ്കിലും എല്ലാ സ്ഥലത്തു നിന്നും ആളുകൾ ഇവിടെയാണ് ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ വർക്ക് ചെയ്യാൻ വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു
സവിശേഷതകളുടെ ബർമിംഗ്ഹാമിലുണ്ട്. ഇങ്ങോട്ട് വരുമ്പോ ഇതിന്റെ കോസ്റ്റ്യൂം വേണം. അത് മല്ലിപ്പൂ ഇതിന് കോപ്പിറൈറ്റ് ഇല്ല കേട്ടോ ആഷിറ. ഞങ്ങള് അയ്യോ ചായക്കട കൂട്ടി ഞങ്ങൾ അവിടെ നിന്ന് ചായ കുടിച്ചാ നല്ല ചായ ആയിരുന്നു. പക്ഷെ ഇത് ഇവിടുത്തെ ഒരു ചായക്കടയായിരുന്നു ഗായ്സ്. അത് അടിച്ചു പൊടിച്ചു. ഇനി നിങ്ങൾക്ക് ആ ചായക്കട കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ പഴയ വീഡിയോ കണ്ടാൽ ഉള്ളിലോട്ട് കണ്ട അതിനകത്തോട്ട് പോയി. ആരെങ്കിലും ഒരാൾക്ക് മറ്റേ ദിവ്യ ഇതുണ്ടെന്ന് പറഞ്ഞാൽ ഇല്ല അവക്കൊണ്ടെന്ന് വിശ്വസിക്കില്ല. കാര്യം ഇവിടെ പുതിയ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. ഗൈസ് അപ്പൊ നമ്മള് ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയില്ല. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അത് പറയണ്ട ബിസ്ക്കറ്റ്. നമ്മൾ ഇത്ര നേരത്തെ തള്ളു അവന്റെ ആ തള്ളു കിട്ടുമ്പോ ഓർത്ത് ഇന്ന് മൂഞ്ചി പോകുന്നു. ഇവിടെ വന്നാ പട്ടിണി കിടക്കില്ല. ഇപ്പോഴും പട്ടിണി കിടക്കൂല. മര്യാദക്ക് നേരെ അവിടെ പോയാൽ പറയാനാ. ഏതാ ഗുരുദാറല്ലേ? അപ്പൊ ഐരാവതം. ഒരു ഫോട്ടോ എടുത്താലോ? എന്നാ നമുക്ക് അമ്പലത്തിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്താലോ? അല്ല അമ്പലത്തിൽ അവിടെ അതല്ല അമ്പലം ബാക്ക്ഗ്രൗണ്ട് ഇട്ടണ്ടേ. ദൈവീയ സാന്നിധ്യത്തിലൂടെ ഞങ്ങൾ മലയാളത്തിൽ പാട്ടില്ല സത്യം.